Good afternoon, all. Good afternoon, ma'am. Good afternoon. This chapter basic of computer. Basics of computer എല്ലാവരും എടുക്കുക. Okay, എല്ലാവരും എടുത്തോ. കഴിഞ്ഞു കാണും അല്ലേ? നമ്മുടെ പുതിയ ചാപ്റ്റർ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ? ചെറിയ ക്ലാസ് മുതല് നമ്മള് അല്ലെ ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു ഓർഗനൈസേഷൻ ഒരു സ്ഥാപനവും ഇല്ല. അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്. ഹോസ്പിറ്റൽ ഫീൽഡിലാണെങ്കിലും ഏത് ഫീൽഡിലാണെങ്കിലും അല്ലെ. അപ്പൊ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. മിക്കവാറും നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. മിക്കവാറും എല്ലാവരും തന്നെ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഏതെങ്കിലും കോഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? സ്കൂൾ ലെവലിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലെ? നമ്മുടെ കോളേജ് ലെവലിൽ എല്ലാം തന്നെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് വിവരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമുക്കത് ഒന്നുകൂടി എന്താ പറയുക ഡിസ്കസ് ചെയ്ത് പോവാം. സ്റ്റാർട്ട് ചെയ്യാറോ? ഓക്കെ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ ആദ്യം തന്നെ എന്താണ് കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തുന്ന കാര്യമാണ്. ഇതിന് വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്താണ്? ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ ഘടകങ്ങളല്ലേ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒക്കെ ഉണ്ട്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ഇൻപുട്ട് കാര്യങ്ങൾ കേസ് കമ്പ്യൂട്ടറിലേക്ക് ഇന്ററാക്ട് ചെയ്യുന്നത് ഏതൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് ഔട്ട്കംസ് റിസൾട്ടുകളൊക്കെ എങ്ങനെയാണ് ലഭ്യമാകുന്നത്. സ്റ്റോറേജുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഇതൊക്കെ തന്നെയാണ് ഫസ്റ്റ് പാരഗ്രാഫില് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ ഭൗതിക ശാസ്ത്രം നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ആർ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ദാറ്റ് പ്രോസസ് ആൻഡ് സ്റ്റോർ ഡിജിറ്റൽ ഡാറ്റ. നമുക്കറിയാവുന്നതാണ് ഡിജിറ്റൽ ഡാറ്റ ആയിട്ടാണ് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതൊരു സ്റ്റോർ ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. They consist of hardware and software components that work together to carry out various tasks. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെ വ്യത്യസ്ത കടമകൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അവിടെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ അല്ലെ രണ്ടും കൂടി നമുക്കറിയാം പ്രോഗ്രാമഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതേമാതിരി തന്നെ കമ്പ്യൂട്ടറിൻ്റെതായിട്ടുള്ള ഹാർഡ്വെയർ പാർട്സുകളെല്ലാം ഒന്നിച്ച് തന്നെ വർക്ക് ചെയ്തിട്ടാണ് എന്താണ് നമുക്ക് റിസൾട്ടുകൾ നേടിത്തരുന്നത്. They consist of hardware and software components that work together to carry out various tasks. അല്ലെ വിവിധ കടമകൾ നിർവഹിക്കാനായിട്ട് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒരുമിച്ച് തന്നെ നിന്നാണ് അവരുടെ പ്രവർത്തനം സാധ്യമാക്കുന്നത്. ഇതിനെന്താണ് the fundamental components of a computer consist of a central processing unit, memory, input or output devices and storage devices. ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? ഫണ്ടമെന്റൽ കമ്പോണൻസ് എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ് അല്ലെ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെല്ലാം പ്രോസസ്സൊക്കെ നടക്കുന്നത് എവിടെയാണ്? ഇച്ചിരി നേരമാണ് നമ്മൾ ക്ലാസ്സിലേക്ക് ഒന്നിച്ച് ഡിസ്കസ് ചെയ്ത് പോവാൻ. നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്സ് ഒക്കെ തന്നെയാണ്.
അപ്പൊ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എവിടെയാണ് നടക്കുന്നത്? CPU അല്ലെ, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിലാണ് അതിന്റെ പ്രോസസ്സിംഗ് കാര്യങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം മെമ്മറി എന്ന് പറയുമ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ. അതേമാതിരി തന്നെ ഇൻ കേസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ നമ്മള് എന്താണ് എന്തെങ്കിലും ഇൻപുട്ട് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് കൊടുക്കും അല്ലെ. അത് തന്നെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഔട്ട്പുട്ട് ഡിവൈസസ്? ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എന്താണ് കീപാഡ് മൗസ് ഒക്കെ ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഇതിന് കൃത്യമായിട്ട് മോണിറ്ററിലൂടെ തന്നെ നമുക്ക് എന്താണ് ഔട്ട്പുട്ടുകളൊക്കെ പ്രസന്റ് ചെയ്യാം. നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും CV അല്ലെ നമുക്കറിയാം പെൻഡ്രൈവിൽ കാര്യങ്ങളിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഒക്കെ അതിനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. സ്റ്റോറേജ് അത്തരത്തിലുള്ള സംവിധാനത്തിലൊക്കെ മെയിൻ ആയിട്ട് സ്റ്റോറേജ് ഡിവൈസുകൾ എന്നൊക്കെ പറയും. ഇതെല്ലാം കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളാണ്. Okay, the CPU is said to be the brain of the computer. നമുക്കറിയാം പ്രവർത്തനങ്ങൾ നടക്കുന്നത് CPU ആയതുകൊണ്ട് തന്നെ അതിനെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നാണ് വിശേഷിപ്പിക്കാറ് അല്ലേ. പോകാൻ പറ്റുന്നില്ലേ? മനസ്സിലായി പോകുന്നില്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? റെസ്പോൺസിബിൾ ഫോർ ക്യാരിയിങ് ഔട്ട് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പെർഫോമിംഗ് കാൽക്കുലേഷൻസ്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസും കാൽക്കുലേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? CPU വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നാണ് പ്രധാനമായിട്ടും വിശേഷിപ്പിക്കുന്നത്. മെമ്മറി സ്റ്റോർസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് performs calculations. Memory stores data and instructions that is the CPU requires to access it quickly. അതായത് നമുക്കറിയാം പെട്ടെന്ന് തന്നെ അത് കൈകാര്യം ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണം അത് മെമ്മറിയിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണ് അല്ലെ. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് പെട്ടെന്ന് തന്നെ അത് മെമ്മറിയിൽ കീപ്പ് ചെയ്ത് ഔട്ട്കംസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. എന്താണ് അതിന്റെ പ്രോസസ്സിംഗ് അല്ലെ, അത് പ്രോഗ്രാം അനുസരിച്ചിട്ട് പ്രോസസ്സിംഗ് നടത്തിയിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരുന്നു. The input or output devices make the user able to interact with the computer, such as through a keyboard and mouse. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഏത് മാർഗം ഉപയോഗിച്ചിട്ടാണ്? കീബോർഡും മൗസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഡിവൈസുകളെ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നു. ഓക്കെ, അതാണ് അത് മുഖേനയാണ് നമുക്ക് കമ്പ്യൂട്ടറായിട്ട് വ്യവഹാരത്തിൽ ഏർപ്പെടാനായിട്ട് സാധിക്കുന്നത്. സ്റ്റോറേജ് ഡിവൈസസ് സ്റ്റോർ ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ് ഫോർ ലോങ് ടേം യൂസ്. നമുക്കറിയാം സ്റ്റോറേജ് ഡിവൈസിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്താണ്? ഏത് അല്ലെ ദീർഘകാലഘട്ടം വരെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും നാൾ വരെ കീപ്പ് ചെയ്യാനായിട്ട് അതിന്റെ സ്റ്റോറേജിന് കപ്പാസിറ്റി അല്ലെ. നമുക്കറിയാം 23 GB എന്നൊക്കെ അല്ലെ, അത്രയും അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡലിലുള്ള കമ്പ്യൂട്ടറുകളൊക്കെ ഉണ്ട്. അതനുസരിച്ചിട്ട് അത് എത്രത്തോളം നാളുകൾ വരെ അത്തരത്തിലുള്ള മെസ്സേജുകളെല്ലാം കീപ്പ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ദാറ്റ് അലൗ ദ കമ്പ്യൂട്ടർ ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്. അതായത് നമുക്ക് കടമകൾ അതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള നിർദ്ദിഷ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആപ്ലിക്കേഷൻ അല്ലെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആയിട്ടുള്ള ആപ്ലിക്കേഷനും സോഫ്റ്റ്വെയർ പ്രോഗ്രാംസുകളൊക്കെ അവിടെ ആവശ്യമാണ്. നമുക്കറിയാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പ്യൂട്ടറിന്റെ ആ ഒരു അല്ലെ ആ എക്യുപ്മെന്റിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അത് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. അതേമാതിരി തന്നെ സോഫ്റ്റ്വെയർ അല്ലെ, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കുക? അതിന്റെ ജോലി അല്ലെ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അതിനെ ആ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് എങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ എന്താണോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ആ പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ആണ് എന്താണെന്ന് പറയുന്നത് നമ്മുടെ അല്ലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇപ്പൊ ചിലപ്പോ നമുക്ക് എന്തെങ്കിലും അക്കൗണ്ട്സും കാര്യങ്ങളും ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ചിലപ്പോ വേറെ എന്തെങ്കിലും അല്ലെ, നമുക്കിപ്പോ ഗെയിം ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അത് പ്രിഫർ ചെയ്യും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ അതിൽ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമാണ് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അല്ലാത്തത് പക്ഷം നമുക്ക് അത് കൈകാര്യം ചെയ്യാനായിട്ട് അതായത് ആ പ്രോഗ്രാം എന്താണോ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം അതുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ അതിലുണ്ടെങ്കിൽ മാത്രമാണ് കമ്പ്യൂട്ടർ അത് ആക്സെപ്റ്റബിൾ ആയിട്ട് അതിന് കൃത്യമായിട്ടുള്ള ഔട്ട്കംസ് തരികയുള്ളൂ. അപ്പൊ രണ്ട് സോഫ്റ്റ്വെയർ ആണെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തില് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഉണ്ട്, പ്രോഗ്രാം അല്ലെ സിസ്റ്റം സോഫ്റ്റ്വെയറും ഉണ്ട്. ആ രണ്ട് സോഫ്റ്റ്വെയറും ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് റിസൾട്ടുകൾ എത്തിക്കുന്നത്.
ഓക്കെ, ക്ലിയർ ആയോ? ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അറിയാവുന്ന മാറ്റേഴ്സ് ആണ്, എങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ചില പോയിന്റ്സുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം. നമുക്കറിയാം ബ്ലാക്ക് പറയുന്ന മാതിരി അബ്രിവേഷൻ ഉണ്ട്, CPU. ഇടയ്ക്ക് കാണാറുണ്ട് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ഏതാന്നുള്ള ചോദ്യം കാണാറുണ്ട്. എന്തൊക്കെ കമ്പോണന്റ് ഇതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കമ്പ്യൂട്ടറിന്റെ പാർട്സുകൾ എന്നുള്ള വിശേഷണത്തിൽ കാണാറുണ്ട്. ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാന്നുള്ളത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കാണാറുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഏതെങ്കിലും ഭാഗം ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? ഏതാണോ? ഏതെങ്കിലും ഭാഗം പറയേണ്ടതുണ്ടോ? ഓക്കെ, ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്ന എന്താണ് അത് കീബോർഡ് മൗസ് എന്നൊക്കെ പറയുന്നത് ഇൻപുട്ട് ഡിവൈസുകളാണ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടറിനോട് കൊടുക്കുക? മൗസ് അല്ലെങ്കിൽ കീബോർഡ് ഉപയോഗിച്ചിട്ടാണ് കൊടുക്കുക അല്ലെ. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയും. കണ്ടിന്യൂ ചെയ്തോട്ടെ. നമുക്ക് ഈ പിക്ചറിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നോക്കാം. ഓരോ ഡിവൈസുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് പരിചിതമല്ലാത്ത ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ എന്ന് നോക്കുക. എല്ലാം നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. മിക്കപ്പോഴും ചിലപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടുകൂടിയായിരിക്കും. ചിലര് അല്ലെ ലാപ്ടോപ്പും മൊബൈലും എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ഡിവൈസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരിചിതമായിരിക്കും. പരിചിതമല്ലാത്തത് ഓക്കെ GPU ചോദിക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ. GPU എന്തായാലും എടുക്കാം. എന്താണ് മോണിറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഔട്ട്കംസും ഇൻപുട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുന്നത്, റിസൾട്ടുകൾ ലഭ്യമാകുന്നതൊക്കെ നമുക്ക് മോണിറ്ററിൽ നിന്നാണ്. ദെൻ മൗസ്, പ്രിന്റർ അല്ലെ, നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന രണ്ടെണ്ണമാണ്. എന്താണ് മൗസും കീബോർഡൊക്കെ അല്ലെ ഇൻപുട്ടുകളായിട്ട് നമ്മൾ ജസ്റ്റ് കണ്ടതാണ്. ദെൻ പ്രിന്റർ അല്ലെ, നമുക്ക് എന്തെങ്കിലും കോപ്പികളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പ്രിന്റ് വേണം. ദെൻ സ്പീക്കർ നമുക്കറിയാം സൗണ്ട് അല്ലെ, ഇത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവം തന്നെയാണ്. ദെൻ പവർ സപ്ലൈ നമുക്കറിയാം ഇതിന്റെ അല്ലെ കറണ്ട് പോയാൽ കൂടിയും നമുക്ക് അതിൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ള ഇതുകളുണ്ട്, കാര്യങ്ങളുണ്ട്. then അതല്ലാതെ തന്നെ പവർ സപ്ലൈ അല്ലെ, നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പവർ നമുക്കറിയാം ഇലക്ട്രോണിക് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ പവർ സപ്ലൈ മസ്റ്റ് ആയിട്ട് വേണം. then എന്താണ് GPUടെ കിടക്കട്ടെ ഹാർഡ് ഡിസ്ക് നമുക്കറിയാം ഇതിന്റെ അല്ലെ കാര്യങ്ങളെല്ലാം മദർ ബോർഡ് സംഭവങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. then അതിന്റെ മദർ ബോർഡ് ഇവിടെയുണ്ട്, ഹാർഡ് ഡിസ്ക്, then പ്രോസസർ CPU സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്നുള്ള ഭാഗം കാണിക്കുന്നു. then കമ്പ്യൂട്ടർ കേസ് അതായത് അതിസുരക്ഷിതമാക്കാനായിട്ടുള്ള സംഭവങ്ങളെല്ലാം കീപ്പ് ചെയ്യുന്ന കേസ് ആണ് കമ്പ്യൂട്ടർ കേസ്. കീബോർഡ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു. then എന്താണ് GPU എന്ന് പറയുമ്പോൾ ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ്സ് ആണ്. ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം എല്ലാം അല്ലെ പുതിയ യുഗമാണ്. എന്താണ് AI കൂടി ഒരു
കാലഘട്ടമാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ, നമ്മളിപ്പോ ടൈപ്പ് ചെയ്തൊന്നും കൊടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വായ കൊണ്ട് പറഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ടൈപ്പ് ചെയ്ത് തരും അല്ലെ. അപ്പൊ അത്രയും എന്താണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടമാണ്. അപ്പൊ എന്താണ് ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ്, അത് ഒരു പ്രധാനപ്പെട്ട അതിന്റെ ഇംപ്ലിമെന്റേഷനോട് കൂടിയിട്ടുള്ള കമ്പ്യൂട്ടറിന് അതിൻ്റെതായ യൂസേജ് ലഭ്യമാകും. അപ്പൊ എന്താ സംഭവിക്കുന്നത്, മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷ്വലൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായിട്ട് തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കയറ്റാനൊക്കെ ആയിട്ട് സാധ്യമാകും. കേസ് നമുക്ക് ആവശ്യത്തിന് അല്ലെ, ഇപ്പൊ എന്തെങ്കിലും ഒരു കണക്ക് അത് ഗ്രാഫിക് മോഡലിൽ തന്നെ പ്രസന്റ് ചെയ്യണം, അതിന്റെ ഇടയിൽ നമുക്ക് ചില വീഡിയോ ക്ലിപ്പിംഗ്സ് വേണം, അല്ലെങ്കിൽ കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു GPU-ന്റെ ഒരു പബ്ലിക് ഇതുകൾ അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തോടൊപ്പം തന്നെ ഉണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇപ്പൊ നമുക്ക് ടൈപ്പ് ചെയ്ത് കയറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ, നമുക്ക് മൗസിലൂടെ യൂസ് ചെയ്ത് കയറ്റാത്ത അല്ലാതെ തന്നെ നമുക്ക് സ്പീക്കർ അല്ലെ സാധാരണ രീതിയിൽ തന്നെ വോയിസിലൂടെ ഒക്കെ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും, നടപ്പാക്കാനായിട്ട് കൂട്ടിച്ചേർക്കാനൊക്കെ സാധിക്കും, അത് എഡിറ്റ് ചെയ്ത് കയറ്റാൻ സാധിക്കും. വീഡിയോ ക്ലിപ്പിംഗ്സുകൾ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ എളുപ്പം സാധിക്കും. എന്തെങ്കിലും കാൽക്കുലേഷൻസ് ചിത്ര രൂപേണ ലഭ്യമാക്കണമെങ്കിൽ അതൊക്കെ എളുപ്പം സാധിക്കും എന്നുള്ളത്. അപ്പൊ അതിന്റെ ഫുൾ ഫോം എഴുതി വെക്കുക, ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ്. GPU എന്ന് പറയുന്നത് ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ്. ആണോ? ആരെങ്കിലും എഴുതി കഴിഞ്ഞവരൊന്ന് മെസ്സേജ് അയക്കാം, അപ്പൊ ബാക്കി എല്ലാവർക്കും അത് ക്യാച്ച് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് ഓക്കെയാണ്. അത്രയാണ് നമ്മൾ ജസ്റ്റ് കണ്ടത്. ഓക്കെ, എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മദർ ബോർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മദർ ബോർഡ്. അതാണ് കമ്പ്യൂട്ടറിന്റെ ശരിക്കും പറഞ്ഞാൽ മദർ ബോർഡിനൊക്കെ കംപ്ലൈന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലെ. നമുക്കറിയാം കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ കമ്പ്യൂട്ടറിന്റെ ആ ഒരു സിസ്റ്റം അതിലൂടെ അതിന്റെ ആ ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് അവർക്ക് ചെയ്താൽ, അതായത് ഹാർഡ്വെയർ ആണിത്. നമുക്കറിയാം എന്തെങ്കിലും ഇതുകൾ ഉണ്ടെങ്കിൽ അല്ലെ, എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂകൾ വരികയാണെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്താൽ, മദർ ബോർഡിന്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണ് എങ്കിൽ അത് കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് കാര്യങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. ഓക്കെ, അത് കമ്പ്യൂട്ടറിനുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ഹാർഡ്വെയർ ആയിട്ടുള്ള വസ്തുവാണ്. ക്ലിയർ ആയോ? നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. താഴേക്ക് പോകാം. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻക്ലൂഡ്സ്. ഓക്കെ അല്ലെ, പിക്ചറിന്റെ ജസ്റ്റ് ഇതൊന്നും നിങ്ങൾക്ക് ചോദിക്കുക, അതായത് ഒരുപാട് എന്താ പറയുക മാർക്ക് ചെയ്യാമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല. ഇതൊരു അബ്രിവേഷൻ ആയതുകൊണ്ടാണ് അത് ചോദിക്കാനുള്ള സാധ്യത വരുന്നത്. ബാക്കി എല്ലാ പാർട്സുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് അല്ലെ. ഇത് കമ്പ്യൂട്ടറിന്റെ ആ പ്രോസസ്സിംഗ് യൂണിറ്റിൽ വരുന്ന സംഭവങ്ങളൊക്കെയാണ്, പ്രോസസ്സറും മദർ ബോർഡും എല്ലാം. അതേമാതിരി തന്നെ നമ്മൾ വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്തൊക്കെ, മോണിറ്ററും മൗസും അതേമാതിരി തന്നെ കീബോർഡ് എല്ലാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻക്ലൂഡ്. അതിൽ ഫസ്റ്റ് വൺ ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ ലൈക്ക് ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് മദർ ബോർഡ്. അതാണ് ഹാർഡ്വെയർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിലെ കുറച്ച് അല്ലെ ഈ ഒരു കമ്പോണൻസിൽ വരുന്ന പ്രധാനപ്പെട്ട ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കമ്പോണൻസുകളാണ്. എന്തൊക്കെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇത്. പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് മദർ ബോർഡ്. അതായത് ആ കമ്പ്യൂട്ടറിന്റേതായിട്ടുള്ള പാർട്സുകളാണ്. പിന്നെ അതില് നെക്സ്റ്റ് പറയാനുള്ളത് സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് നമുക്ക് എന്താണ് വിസിബിൾ ആയിട്ട് ഉള്ള ഭാഗമല്ല. അതെന്താണ് പ്രധാനമായിട്ട്
കമ്പ്യൂട്ടറിന്റെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ അല്ലെ അത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ടുകൾ ഔട്ട്കംസ് ലഭ്യമാക്കുന്നത് അല്ലെ. അപ്പൊ മറ്റു നേരത്തെ പറഞ്ഞ മാതിരി കമ്പ്യൂട്ടറിന്റെ ഭൗതികമായിട്ടുള്ള ഘടകങ്ങളല്ലാതെ ഉള്ള ഭാഗങ്ങളാണ് ഈ സോഫ്റ്റ്വെയറിൽ വരുന്നത്. ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അത് സമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാതെ കമ്പ്യൂട്ടറിന്റെ പാർട്സുകളാണ്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ് കമ്പ്യൂട്ടറിന്റെ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ദാറ്റ് മേക്ക് ദ കമ്പ്യൂട്ടർ ഏബിൾ ടു പെർഫോം എ ടാസ്ക്. ഏതെങ്കിലും ടാസ്ക് കൈകാര്യം ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിലേക്ക് അല്ലെ ഈ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് കമ്പ്യൂട്ടർ അതിന്റെ പ്രവർത്തനം കൊണ്ട് ആ ടാസ്കുകൾ പെർഫോം ചെയ്യുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ എന്താണ് സോഫ്റ്റ്വെയർ, എന്താണ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ എന്നുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കണ്ട മാതിരി തന്നെ ഈ സോഫ്റ്റ്വെയറിൽ രണ്ട് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയറും ഉണ്ട്, അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഉണ്ട്. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയറും ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ എന്താണ് നമ്മൾ വിശേഷിപ്പിച്ചത്? കമ്പ്യൂട്ടറിന്റെ ഈ പറഞ്ഞ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കാനായിട്ട് അല്ലെ അതിനെ നിയന്ത്രിക്കുന്നതിനും പ്രവർത്തിപ്പിക്കാനും സഹായമായിട്ടുള്ള അല്ലെ കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. സോഫ്റ്റ്വെയറിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. അപ്പൊ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറുമായിട്ടുള്ള കാര്യങ്ങൾ അത് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അതിന്റെ ജോലി അല്ലെ ആ ഒരു സോഫ്റ്റ്വെയർ സാധാരണ നമുക്ക് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതിനൊരു ഇടനിലക്കാരനായിട്ട് ആ പ്രവർത്തനം നടത്തിപ്പാക്കി കിട്ടാനായിട്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ അതിന്റെ ജോലി ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പൊ അതിനുള്ള എക്സാമ്പിളുകൾ തരുന്നുണ്ട്. എന്താണ് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നുള്ള എക്സാമ്പിളുകളാണ് വിൻഡോസും മാക്ഓസും ലിനക്സ് ഒക്കെ. ഓക്കെ, ഇതൊക്കെ ചിലപ്പോഴൊക്കെ എന്താണ് അല്ലെ എല്ലാ ഇതുകളും എക്സാമ്പിളുകളും തന്നിട്ട് ഇതിൽ ഏതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതാന്നുള്ളത് കണ്ടെത്താറുണ്ട്. ചിലപ്പോൾ ഓഡ് വൺ ഔട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് തരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ അതിന്റെ എക്സാമ്പിളുകളൊക്കെ നോക്കി വെക്കുക. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിളുകൾ എന്തൊക്കെയാണ്? വെബ് പ്രോസസ്സർ, വെബ് ബ്രൗസേഴ്സ്, ഗെയിംസ്. നമ്മളിപ്പോ ഏതെങ്കിലും ഗെയിം കളിക്കണമെങ്കിൽ ആ പ്രോഗ്രാം അതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അല്ലെ. അല്ലാതെ എല്ലാവർക്കും എല്ലാ ഗെയിമും കളിക്കാൻ പറ്റുമോ? അതിന്റെ ഉള്ളില് അതേ രീതിയിലുള്ള ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അതാണ് ആ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയറും തമ്മിലുള്ള വ്യത്യാസം. അതായത് പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്കത് ആപ്ലിക്കബിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയും. വെബ് പ്രോസസ്സർ, വെബ് ബ്രൗസർ, തന്നെ ഗെയിംസ് എല്ലാം എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിളുകൾ വിൻഡോസ്, മാക്ഓസ്, then Linux and application software example web processors, web browsers and games. Okay, clear ആണോ? Then നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. നമ്മൾ നേരത്തെയൊക്കെ കണ്ടതാണ്. എന്താണ് CPU നമ്മളൊക്കെ കണ്ടതാണ്. ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ആണ് അല്ലെ. അത് പ്രവർത്തനങ്ങളെല്ലാം നടപ്പാക്കുന്നത് CPU ആണെന്നൊക്കെ നമ്മൾ കണ്ടല്ലേ. കാൽക്കുലേഷൻസും ഇൻസ്ട്രക്ഷൻസ് ഇപ്പം കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുന്നത് പ്രോസസ് ചെയ്തെടുക്കുന്ന ഒരു ഭാഗമാണ് CPU എന്ന് പറയുന്നത് അല്ലെ. ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ദാറ്റ് ക്യാരീസ് ഔട്ട് ഇൻസ്ട്രക്ഷൻസ്, പെർഫോംസ് കാൽക്കുലേഷൻസ് ആൻഡ് കൺട്രോൾസ് ഡാറ്റ പ്രോസസ്സിംഗ്. അതായത് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ നടത്തി എന്താണ് ആ പ്രവർത്തനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർവഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തുന്നത് എവിടെയാണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിലാണ്. അതുകൊണ്ട് തന്നെ അതിനെ എന്തെന്ന് വിശേഷിക്കാം? എന്തെന്ന് വിശേഷിപ്പിക്കാൻ പറ്റും CPU-ന്? ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ അല്ലെ. അപ്പൊ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടറിന് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മെമ്മറി.
എന്താണ് മെമ്മറിയുടെ കാര്യം പറയുന്നത്? ടെമ്പററി സ്റ്റോറേജ് സ്പേസ് where the computer stores data and instructions that are currently used. It includes random access memory, then എന്താണ് RAM and cache memory. അപ്പൊ ഇവിടെ നമ്മൾക്ക് എന്താണ് റാൻഡം ആക്സസ് മെമ്മറി എന്നൊക്കെയുള്ള കാര്യം പറയുന്നുണ്ട് അല്ലെ. അതിലെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കി എന്താണ് ഈ ഒരു സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് അല്ലെ, സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്ത് വെക്കുന്നതിന് സാധാരണയായിട്ട് ഒരു മെമ്മറി കപ്പാസിറ്റി അതിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നിർദ്ദേശങ്ങൾ അല്ലെ, ഏതൊക്കെ നിർദ്ദേശങ്ങളാണോ കമ്പ്യൂട്ടറിന് നമ്മൾ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് അല്ലെ, നിലവിൽ ഉപയോഗിക്കുന്ന ഡാറ്റയുടെ നിർദ്ദേശങ്ങളെല്ലാം കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്ന ഒരു താൽക്കാലിക നിർദ്ദേശകനായിട്ട് കമ്പ്യൂട്ടറിലെ റാൻഡം ആക്സസ് മെമ്മറി നിലകൊള്ളുന്നു. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് കാഷ് മെമ്മറി. താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അല്ലാതെ നമുക്കറിയാം പെൻഡ്രൈവും സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും ഇല്ലേ, വെക്കില്ലേ? അതിനുള്ളത് അത്തരം കാര്യങ്ങളൊക്കെ ആവുമ്പോൾ നമ്മൾ സ്റ്റോറേജ് ഡിവൈസിന്റെ ലേബലിലേക്ക് വരും. സ്റ്റോറേജ് ഡിവൈസസ് നോക്കാം. പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസസ്, എക്സാമ്പിൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് and use it to store data, programs and operating systems even when the computer is a power off. അതായത് നമ്മള് അല്ലെ ഇത്തരത്തില് നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പവർ ഓഫ് ആയി പോകുന്ന സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സേവ് ഒന്നും ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. പോകില്ലേ? പോകോ? അല്ലെ. അപ്പൊ നമ്മളത് കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിലേക്ക്, അതിന്റെ ഡ്രൈവിലേക്ക് നമ്മൾ സേവ് ചെയ്ത് വെക്കണം അല്ലെ. അപ്പൊ പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസുകൾ ഉണ്ട്, എക്സാമ്പിൾ. അതുകൊണ്ടാണ് അത്തരം സ്റ്റോറേജ് നമ്മളറിയാം ഫയലിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് തന്നെ കമ്പ്യൂട്ടറിലേക്ക് സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഓരോന്നും ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസുകളൊക്കെ കിട്ടും അല്ലെ. അപ്പൊ പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസുകൾ ഉണ്ട്, ടെമ്പററി സ്റ്റോറേജ് കാര്യങ്ങളുണ്ട്. മെമ്മറിയിൽ റാൻഡം ആക്സസ് മെമ്മറി എന്നൊക്കെ പറയുമ്പോൾ ടെമ്പററി സ്റ്റോറേജ് ആയിരിക്കും. ഇൻ കേസ് കറണ്ട് പവർ ഓഫ് ഒക്കെ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് തീർച്ചയായിട്ടും സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ അത്തരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അല്ലെ എക്സാമ്പിളുകളാണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ്. അതായത് നമുക്ക് എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് എവിടെയാണോ പറ്റുന്നത് അല്ലെ, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടറികളിലാണ് നമ്മൾ സാധാരണയായിട്ടൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ അതിനുള്ള എക്സാമ്പിളുകളാണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. എന്താണ്? യൂസ് ഇറ്റ് ടു സ്റ്റോർ ഡാറ്റ, പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഈവൻ വെൻ ദ കമ്പ്യൂട്ടർ ഇസ് പവർ ഓഫ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഏതെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടന്ന് ചെയ്തു പോകുന്ന കാര്യമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട്. അതായത് ഡിവൈസ് എന്താ പറയുന്നത്? there are devices used to interact with the computer like a keyboard, mouse, then monitor, printers and scanners. നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇൻപുട്ട് ഡിവൈസുകളും ഔട്ട്പുട്ട് ഡിവൈസുകളൊക്കെ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഉപകരണങ്ങളാണ് എന്നുള്ള കാര്യം പറഞ്ഞു. പ്രധാനമായിട്ടും ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. എന്താണ്? മൗസും കീബോർഡ് ഒക്കെ ഇൻപുട്ട് ഡിവൈസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് പ്രധാനമായിട്ടും മറ്റു അല്ലെ മോണിറ്റർ, നമുക്കറിയാം ഔട്ട്കംസ് ഒക്കെ റിസൾട്ടുകളൊക്കെ മോണിറ്റർ കൂടിയാണ് കിട്ടുന്നത്. നമ്മളത് പ്രിന്റ് എടുത്ത് വെക്കാറുണ്ട്. പ്രിന്റേഴ്സും സ്കാനേഴ്സ് എല്ലാം തന്നെ എന്താണ് ഇത്തരത്തിലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. ഓക്കെ, ഇതെല്ലാം ജസ്റ്റ് എക്സാമ്പിളുകൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അല്ലെ ഏതെങ്കിലും ഔട്ട് ബണ്ണോ അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് എന്നൊക്കെ ഉള്ള ഒരു രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക. Then operating systems. Non-operating systems are software that control computer resources, control hardware devices, and provides a user interface for interacting with the computer. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ്? പ്രധാനമായിട്ടും കമ്പ്യൂട്ടറായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻപുട്ട് ഒക്കെ ഡിവൈസുകളൊക്കെ ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടറിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെ ഡാറ്റാസ് ഒക്കെ കൊടുക്കും. എന്താണ് സാധാരണ ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾ കമ്പ്യൂട്ടർ റിസോഴ്സസ്. സോഫ്റ്റ്വെയറുകളാണ് ഈ റിസോഴ്സസുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. അത് ഏത് രീതിയിലുള്ള കാര്യമാണോ അതനുസരിച്ചിട്ട് ആ സോഫ്റ്റ്വെയർ കാര്യങ്ങൾ ചെയ്തിരിക്കും. എന്താ പറയുന്നത്? ഹാർഡ്വെയർ റിസോഴ്സസ് കൺട്രോൾസ് ഹാർഡ്വെയർ ഡിവൈസസ് ആൻഡ് പ്രൊവൈഡ്സ് എ യൂസർ ഇന്റർഫേസ് ഫോർ ഇന്ററാക്ടിംഗ് വിത്ത് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന അല്ലെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഹാർഡ്വെയറിനെ
സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് തന്നെ അത് കൺട്രോൾ ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ്, അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ടുകൾ ഈ റിസോഴ്സസിൽ നിന്ന്, ഈ ഒരു വിഭവശേഷി കൊണ്ട് തന്നെ നമുക്ക് ലഭ്യമാക്കി തരുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തില് സോഫ്റ്റ്വെയർസ് ഒക്കെയാണ് അല്ലെ പ്രധാനമായിട്ടും. നമുക്കറിയാം രണ്ടു തരത്തിലുള്ള സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. ഓക്കെ, എത്രയും കാര്യമുള്ളൂ. എന്താണ് നമ്മളുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കമ്പ്യൂട്ടർ കാര്യങ്ങളാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കാം, എന്തെങ്കിലും പോയിന്റ്സ് കിട്ടാത്തതുണ്ടോ നോക്കാം. ആണോ? ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ. വായിച്ചു നോക്കേണ്ടതുണ്ടോ? ഏതെങ്കിലും പോയിന്റ് ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? എന്തെങ്കിലും ഞാൻ നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് സ്പീഡിൽ അങ്ങോട്ട് എടുത്തു പോയത്. എന്തെങ്കിലും വായിച്ചു നോക്കിയത്. നമുക്കറിയാം എല്ലാവർക്കും ചിലപ്പോൾ ഒന്നിച്ചില്ല അല്ലെ, ഒരേപോലെ ക്ലാസ് ചെയ്യാൻ പറ്റില്ല വരില്ല. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, OS എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. അതായത് നമ്മൾ രണ്ട് സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. അവിടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടും പഠിച്ചു, സിസ്റ്റം സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ അതിൽ പ്രധാനമായിട്ട് പറയുന്ന സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് കമ്പ്യൂട്ടർ റിസോഴ്സസ്, then വീണ്ടും കൺട്രോൾസ് ഹാർഡ്വെയർ ഡിവൈസസ് ആൻഡ് പ്രൊവൈഡ് എ യൂസർ ഇന്റർഫേസ് ഫോർ ഇന്ററാക്ടിങ് വിത്ത് ദ കമ്പ്യൂട്ടർ. അതായത് നമ്മൾ സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു അല്ലെ. ആപ്ലിക്കേഷൻ എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ അത് കൃത്യമായിട്ട് ഇത് കൈകാര്യം ചെയ്യാനായിട്ടുള്ളതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ രണ്ട് സോഫ്റ്റ്വെയർ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് കമ്പ്യൂട്ടർ അതിന്റെ റിസൾട്ടുകൾ നമ്മൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ റിസൾട്ടുകൾ തരുന്നത്. അപ്പൊ സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ്, സോഫ്റ്റ്വെയറുകളാണ് ഈ കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യുന്നതും അതിൽ കൊടുക്കുന്ന റിസോഴ്സുകളൊക്കെ നിയന്ത്രിക്കുന്നതും അല്ലെ. ഹാർഡ്വെയർ നമ്മൾ നേരത്തെ പറഞ്ഞ ഹാർഡ്വെയർ ഡിവൈസസിനെയൊക്കെ അല്ലെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ അതിൽ പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാംസും ഹാർഡ്വെയർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നമുക്ക് യൂസറിന് ആവശ്യമായിട്ടുള്ള അല്ലെ യൂസർ ഇന്റർഫേസ് ഫോർ ഇന്ററാക്ടിങ് വിത്ത് ദ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറുമായിട്ട് യൂസർ എന്താണോ ഇന്ററാക്ട് ചെയ്തത് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ടുകൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ആ പ്രവർത്തനം നടക്കുന്നത് എവിടെയാണോ? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. ക്ലിയർ ആയോ? ഓക്കെ, അത്രയാണ് നമ്മൾ പഠിച്ചത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് കമ്പ്യൂട്ടർ റിസോഴ്സസ്, കൺട്രോൾസ് ഹാർഡ്വെയർ ഡിവൈസസ് ആൻഡ് പ്രൊവൈഡ് യൂസർ ഇന്റർഫേസ് ഫോർ ഇന്ററാക്ടിംഗ് വിത്ത് ദ കമ്പ്യൂട്ടർ. ഇവിടെ സിസ്റ്റം എന്നും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെന്നും പറഞ്ഞ് പ്രത്യേകം എടുത്ത് പറയുന്നില്ല. സോഫ്റ്റ്വെയർസ് ഇതെല്ലാം കൈകാര്യം ചെയ്ത് യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള അല്ലെ കമ്പ്യൂട്ടറുള്ള ഉറവിടങ്ങളെ നിയന്ത്രിക്കുകയും അല്ലെ അതേമാതിരി തന്നെ ഹാർഡ്വെയർ ഉപകരണങ്ങളെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്ത് കമ്പ്യൂട്ടറിന്റെ സംഭവിക്കുക അല്ലെ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താണോ യൂസറിന് എന്താണോ ആവശ്യം അതിന് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയറെ കൺട്രോൾ ഒക്കെ ചെയ്ത് അത് പ്രവർത്തനം ലഭ്യമാക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെയാണ്. പിന്നെ എന്തെങ്കിലും
നമുക്ക് ഇൻ കേസ് ഇപ്പൊ ഇതിന്റെ തന്നെ ഒരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ഉണ്ട് അല്ലെ. നമ്മൾക്കറിയാം അതിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ കമ്പനിയിൽ എല്ലാ കമ്പ്യൂട്ടറിലും ഒരുപോലെ തന്നെ വർക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലെ. ഇപ്പൊ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഇപ്പൊ എല്ലാവർക്കും വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ ഈ സോഫ്റ്റ്വെയർ അല്ലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ചിട്ട് സോഫ്റ്റ്വെയർസ് എന്താണ് അതിലൂടെ അവരവരുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വർക്കുകളല്ലേ ഈ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിന്റെ ഈ ഒരു ഹെൽപ്പോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കാനായിട്ട് ഈ ഒരു ഇതും കൊണ്ട് സാധിക്കും അല്ലെ. നമുക്ക് അറിയാം ഈ പ്രോഗ്രാമുകളും സോഫ്റ്റ്വെയറിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ചൊക്കെ പോകുന്നത്. കൂടുതൽ ആധികാരികമൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ കമ്പ്യൂട്ടറിന് അതിൻ്റെതായ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, ഘട്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി പോവുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തില് സോഫ്റ്റ്വെയർസിന്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മൈക്രോസോഫ്റ്റ് വേഡ്. അപ്പൊ നമ്മള് കണ്ടു ഒരു അല്ലെ മൈക്രോസോഫ്റ്റ് വേഡ് എന്നൊക്കെ പറയുന്നത് എന്താന്നുള്ള കാര്യമൊക്കെ ജസ്റ്റ് നമ്മൾ കണ്ടു അല്ലെ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമ്പോഴല്ലേ നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ ജസ്റ്റ് കണ്ടതാണ്. വേഡ് പ്രോസസ്സറൊക്കെ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെന്നൊക്കെ കണ്ടു അല്ലെ. ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേഡ് എന്നൊക്കെ പറയുന്നത്. ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമർ ആണ് എന്തെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വേഡ്. അപ്പൊ അതായത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ജസ്റ്റ് നോക്കാം. മൈക്രോസോഫ്റ്റ് വേഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. ഇതെന്താണ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ? ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് അല്ലെ ആരാണ്? മൈക്രോസോഫ്റ്റ് കമ്പനിയാണ് അത് ഡെവലപ്പ് ചെയ്തത്. അത് പ്രധാനമായിട്ട് വൈഡ്ലി യൂസ്ഡ് അല്ലെ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസിംഗ് ടൂൾ ആണ്. Then it permits users to create, edit, format and save documents for different purposes like writing reports, letters, resumes and more. അതായത് നമ്മൾ പഠിക്കുന്ന കുറച്ച് സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് വെയർ പഠിക്കുന്നുണ്ട്, എക്സൽ പഠിക്കുന്നുണ്ട്, പിന്നെ പവർ പോയിന്റ് പഠിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സോഫ്റ്റ്വെയറുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓരോ സോഫ്റ്റ്വെയറിനും അതിൻ്റെതായ ചില പ്രത്യേകതകളാണ് അല്ലെ. എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സോഫ്റ്റ്വെയറിനെയും അല്ലെ കൈകാര്യം ചെയ്യില്ല. ചില പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചില സോഫ്റ്റ്വെയറുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അത്രയും മനസ്സിലാക്കി വെക്കുക. ഈ സോഫ്റ്റ്വെയറിന്റെ ഉപയോഗം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ലെറ്ററുകൾ അല്ലെങ്കിൽ റെസ്യൂംസുകളൊക്കെ തയ്യാറാക്കാനായിട്ടാണ് മൈക്രോസോഫ്റ്റ് വേഡിന്റെ സോഫ്റ്റ്വെയർ പ്രധാനമായിട്ടും യൂസേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അതായത് നമുക്കറിയാം കാൽക്കുലേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ വേറെ സോഫ്റ്റ്വെയർ ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത നമുക്ക് എന്തൊക്കെയാണ് റെസ്യൂം അല്ലെ. റെസ്യൂം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ബയോഡാറ്റ ഒക്കെ അതൊക്കെ തയ്യാറാക്കി കൊടുക്കില്ലേ. പണ്ട് പറയുന്ന മാതിരി ബയോഡാറ്റ, CV അല്ലെ അതൊക്കെ തയ്യാറാക്കി കൊടുക്കുന്ന ഇപ്പൊ പുതിയ പേരുകളിലാണ് അത് അല്ലെ അറിയപ്പെടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്? നമ്മുടെ മൈക്രോസോഫ്റ്റ് വേഡ് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അത് ഉപയോഗിക്കുന്നതിന് പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? നമ്മൾ പൊതുവെ ആപ്ലിക്കേഷൻസോ ഡോക്യുമെന്റ്സോ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കും. കാരണം എന്തുകൊണ്ടാണ്? അത് നമുക്ക് എന്ത് വേണമെങ്കിലും കൂട്ടിച്ചേർക്കാം. അതിന് കുറച്ച് മോഡലുകൾ ഇപ്പൊ നമ്മളൊരു ബയോഡാറ്റ തയ്യാറാക്കി കൊടുക്കാനായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ റെസ്യൂം തയ്യാറാക്കണം എന്ന് വിചാരിക്കുക. നമുക്ക് അതിന്റെ കുറച്ച് മോഡലുകൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ആ മോഡലിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തിയാൽ മതി അല്ലെ. അത് മാത്രമല്ല ഈ ചേഞ്ചസ് വരുത്തുമ്പോൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ നമുക്ക് എളുപ്പം കൂട്ടിച്ചേർക്കാം. എന്തെങ്കിലും കട്ട് ചെയ്ത് കളയണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. എന്തെങ്കിലും ബോൾഡ് ആക്കണമെങ്കിൽ ഒന്ന് ബോൾഡ് ആക്കാം അല്ലെ. ബോൾഡ് ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ കൂടുതൽ ഇത്രയും കൂടി ഇംപ്രഷൻ എല്ലാവർക്കും പെട്ടെന്ന് ഇംപ്രഷൻ കൊടുക്കുന്ന തരത്തിലുള്ള വലുപ്പത്തിൽ നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. അതേമാതിരി എന്തെങ്കിലും അല്ലെ ഒരു ലെറ്റേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്താം. അങ്ങനെ വ്യത്യസ്ത ഓപ്ഷനുകളൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും തന്നെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഈ സോഫ്റ്റ്വെയറിന്റെ ഉപയോഗം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ലെറ്ററുകളോ റെസ്യൂംസുകളോ അല്ലെങ്കിൽ റിപ്പോർട്ടുകളോ മറ്റെന്തെങ്കിലും ഡോക്യുമെന്റ്സുകളൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും മൈക്രോസോഫ്റ്റ് വേഡ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ?
കാരണം എന്തുകൊണ്ടാണ്? ഇറ്റ് പെർമിറ്റ്സ് യൂസേഴ്സ് ടു ക്രിയേറ്റ്, എഡിറ്റ്, ഫോർമാറ്റ് ആൻഡ് സേവ് ഡോക്യുമെന്റ്സ്. അത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് എളുപ്പം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ, സൃഷ്ടിക്കാൻ സാധിക്കും. എഡിറ്റ് ചെയ്താൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ കൂട്ടിച്ചേർക്കാൻ സാധിക്കും. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഫോർമാറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ആൻഡ് സേവ് ചെയ്യുക, അല്ലെ? നമുക്ക് ആവശ്യമുള്ള സമയത്തിലേക്ക് വേണ്ടിയിട്ട് നമുക്കത് സേവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഫോർ ഡിഫറെന്റ് പർപ്പസ് ലൈക്ക് റൈറ്റിംഗ് റിപ്പോർട്ട്സ്, ലെറ്റേഴ്സ്, റെസ്യൂംസ് ആൻഡ് മോർ. കേസ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം വ്യത്യസ്ത കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ലെറ്റേഴ്സോ അല്ലെങ്കിൽ പ്രോഗ്രാം ഷീറ്റുകളോ എന്തെങ്കിലും, അല്ലെ, ഇൻസ്ട്രക്ഷൻസിന്റെ എന്തെങ്കിലും ഷീറ്റുകളോ ഡോക്യുമെന്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കേണ്ടി വരുമ്പോൾ സാധാരണയായിട്ട് മൈക്രോസോഫ്റ്റ് വേർഡ് ആണ് യൂസ് ചെയ്യുക. There are some importance, അതിന്റെ സ്പെഷ്യൽ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് താഴെ പറയുന്നത്. There are some important features and functionalities of Microsoft Word. അതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഫീച്ചേഴ്സ്, സവിശേഷതകളെ കുറിച്ച് നോക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് അതിന്റെ ഇടയ്ക്ക് വരാറുണ്ട്. കാരണം വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഏതാണ്, അല്ലെ? ആദ്യകാലഘട്ടം മുതലേ യൂസ് ചെയ്യുന്ന, പ്രധാനമായിട്ടും ഇപ്പോഴും നിലവിലും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്? മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ഇപ്പൊ മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. ഓക്കെ, ദെൻ അതിന്റെ ഫീച്ചേഴ്സിൽ ഫസ്റ്റ് വൺ നോക്കാം. യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്. എന്താണ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് എന്ന് പറയുന്നത്? ഓക്കെ, എന്താണ് ഫ്രണ്ട്ലി ഇന്റർഫേസ് എന്ന് പറയുന്നത്? മൈക്രോസോഫ്റ്റ് വേർഡ് ഓഫേഴ്സ് എ യൂസർ ഫ്രണ്ട്ലി ആൻഡ് ഇൻറ്റ്യൂട്ടീവ് ഇന്റർഫേസ്. അതായത് അതിലെ പ്രധാനമായിട്ട് പറയുന്നത്, അല്ലെ, മറ്റുള്ളവർക്ക് ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് മേക്കിംഗ് ഇറ്റ് റീച്ചബിൾ ടു ബോത്ത് ബിഗിനേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് യൂസേഴ്സ്. അതായത് തുടക്കക്കാർക്കാണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനാണെങ്കിലും എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നല്ല ഫ്രീ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്തെങ്കിലും മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അവബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ബിഗിനേഴ്സ് ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അല്ലെ? കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ആ സോഫ്റ്റ്വെയർ എടുത്തിട്ട് നമുക്കറിയാം, മൗസ് ഒക്കെ കൊണ്ടുവന്ന് അറിയാത്ത ഭാഗമാണെങ്കിലും അവിടെ കൊണ്ട് വെച്ചാൽ തന്നെ കൃത്യമായിട്ട് തന്നെ അതിൽ കുറെ ഓപ്ഷനുകൾ തിരിച്ചു വരും, അല്ലെ? കൃത്യമായിട്ട് തെളിഞ്ഞു വരും. അപ്പൊ നമുക്ക് അതിന് മനസ്സിലാവും ഇത് ബോൾഡാക്കാനാണോ, ഇത് ഇന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്, ഇതിൽ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് തന്നെ കൃത്യമായിട്ട് തന്നെ അതിൽ കാണിച്ചിട്ടുണ്ടാവും. യൂസേഴ്സിന്റെ ആവശ്യാനുസരണം അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് യൂസർ ഫ്രണ്ട്ലി ആൻഡ് ഇനിഷ്യേറ്റീവ് ഇന്റർഫേസ്. ഇൻറ്റ്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അവബോധജനകമായ രീതിയിൽ തന്നെ അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. മേക്കിംഗ് ഇറ്റ് റീച്ചബിൾ ടു ബോത്ത് ബിഗിനേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് യൂസേഴ്സ്. The toolbar and ribbon provide quick entry to different formatting and editing options. നമുക്ക് ആ ടൂൾ ബാർ ഉപയോഗിച്ചിട്ട്, അതായത് ഓരോ കാര്യങ്ങൾ അതിൽ കൃത്യമായിട്ട് തന്നെ ടൂൾ ബാറിൽ കാണിച്ചിരിക്കും, അല്ലെ? ഫോർമാറ്റും ഇൻസേർട്ടും അല്ലെങ്കിൽ കോളം സെറ്റ് ചെയ്യാനാണോ എന്താണെന്നെങ്കിലും അതിൽ കൃത്യമായിട്ടൊക്കെ കാര്യങ്ങൾ കാണിച്ചിരിക്കും. അപ്പൊ ക്വിക്കലി നമുക്ക് അതനുസരിച്ചിട്ട് തന്നെ എടുത്ത്, അല്ലെ, നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ആ ഒരു ഡോക്യുമെന്റിനെ അല്ലെങ്കിൽ ലെറ്ററിനെ അല്ലെങ്കിൽ റിപ്പോർട്ടിനെയൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് അതിന്റെ ഫീച്ചറിന്റെ പ്രത്യേകത? ഓക്കെ, കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രം അത് അറിയുള്ളൂ, ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന കാര്യമില്ല. നമുക്കറിയാം, അല്ലെ? ബിഗിനേഴ്സിനാണെങ്കിലും അത് കൃത്യമായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കാരണം അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് തന്നെ അതിന്റെ ഡീറ്റെയിൽസുകൾ ഓരോ ടൂൾ ബാറിൽ ബട്ടൺ, അല്ലെ, ഓരോ ബോക്സിന്റെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കാണിച്ചിരിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡോക്യുമെന്റ്സ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക്, അല്ലെ, ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണെന്ന് പറഞ്ഞ മാതിരി തന്നെ എന്താണ് പറയുന്നത്? അതിന്റെ സൃഷ്ടിക്കൽ, അല്ലെ, ഡോക്യുമെന്റേഷന്റെ സൃഷ്ടിക്കൽക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് കയറ്റണമെങ്കിലൊക്കെ അതും എളുപ്പമാണ്, അല്ലെ? യൂസേഴ്സ് ക്യാൻ ക്രിയേറ്റ് ന്യൂ ഡോക്യുമെന്റ്സ് ഫ്രം സ്ക്രാച്ച് ഓർ ചൂസ് ഫ്രം എ റേഞ്ച് ഓഫ് ടെംപ്ലേറ്റ്സ് പ്രൊവൈഡ് ബൈ വേർഡ്. അതായത് ഒരുപാട് നമുക്ക് എന്താണ് അതിന്റെ ഫോർമാറ്റുകൾ കൂടുതൽ അഡീഷണൽ ആയിട്ട് കാണാനായിട്ട് സാധിക്കും, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കാൻ സാധിക്കും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഒരു റെസ്യൂം തയ്യാറാക്കി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ
ഒരു ലെറ്റർ തയ്യാറാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെറ്റർ ഫോർമാറ്റ് ഏതാണ്, അപ്പോൾ ചൂസ് ചെയ്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മോഡലുകളിൽ നിന്ന് കൃത്യമായിട്ട് തന്നെ ചൂസ് ചെയ്തെടുക്കാനും അതിൽ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തണമെങ്കിലും അത് എളുപ്പം സാധിക്കും. ഇറ്റ് ഓഫേഴ്സ് എ വാസ്റ്റ് സെറ്റ് ഓഫ് ഫോർമാറ്റിംഗ് ടൂൾസ് ഫോർ text, paragraphs and pages, permitting users to customize the appearance of their documents. അതായത് നമുക്ക് ഇഷ്ടത്തിന് ആ പാരഗ്രാഫുകളൊക്കെ ഒന്ന് കൂട്ടിക്കൂടുതൽ ഇച്ചിരി കൂടിയും ചെറുതാക്കണമെങ്കിലോ അല്ലെങ്കിൽ പേജ് നമ്പർ ഇടണമെങ്കിലോ അല്ലെങ്കിൽ ഇച്ചിരി കൂടി വലുതാക്കി ഏതെങ്കിലുമൊക്കെ ഹെഡിങ് ഒക്കെ വലുതാക്കി കൊടുക്കണമെങ്കിലോ ബോൾഡ് ആക്കണമെങ്കിലോ എന്തെങ്കിലും അല്ലെ ആ ഒരു സ്ലൈഡുകൾ എന്തെങ്കിലും ചെറിയ ചേഞ്ചിങ് ആ ലെറ്റേഴ്സിനൊക്കെ എന്തെങ്കിലും ഭേദഗതികളൊക്കെ വരുത്തി നമ്മളുടെ ഇഷ്ടപ്പെട്ട അപ്പിയറൻസിലേക്ക് ആക്കി ആ ഡോക്യുമെന്റിനെ കൈകാര്യം ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു പ്രത്യേക ഫീച്ചേഴ്സും ഈ മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മുടെ മുമ്പിൽ തരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഡോക്യുമെന്റ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. Users can create new documents from scratch. അല്ലെ, അവിടെ കൃത്യമായിട്ട് തന്നെയാണോ സ്പെല്ലിംഗ് കൊടുത്തിരിക്കുന്നത്? ഫ്രം തന്നെയാണോ? Okay. Users can create new documents from scratch or choose from a range of templates provided by Word. അതായത് നമ്മുടെ മുമ്പിൽ കുറച്ച് സേവ് ചെയ്ത കുറച്ച് ഡോക്യുമെന്റ്സുകൾ അല്ലെ, അതിന്റെ മോഡലുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ആ മോഡലുകളിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് ഏത് മോഡൽ ഇപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും അല്ലെ, നമുക്കറിയാം വീടുകളിൽ കമ്പ്യൂട്ടറും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ ഏതെങ്കിലും കഫേയിൽ പോയി നമ്മൾ എന്തെങ്കിലും ഒരു റെസ്യൂം തയ്യാറാക്കാനോ ലെറ്റർ തയ്യാറാക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അവര് നമ്മുടെ മുമ്പിൽ കുറെ മോഡലുകൾ കാണിച്ചു തരാറുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ ആ മോഡലുകളിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ നമ്മൾ ചൂസ് ചെയ്ത് പറയും അല്ലെ. നമ്മൾ പറയും ഇന്ന മോഡലാണ് ഞങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള മോഡൽ എന്ന് പറയും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക? ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനും ചിലതിലൊക്കെ ഭേദഗതികൾ വരുത്താനും നമ്മൾ നിർദ്ദേശിക്കും അല്ലെ. ഇറ്റ് ഓഫേഴ്സ് എ വാസ്റ്റ് സെറ്റ് ഓഫ് ഫോർമാറ്റിംഗ് ടൂൾസ് ഫോർ എ ടെക്സ്റ്റ്, പാരഗ്രാഫ്സ് ആൻഡ് പേജസ്, permitting users to customize the appearance for their documents. അപ്പൊ എന്താണ്, യൂസേഴ്സിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് അതിന്റെ അപ്പിയറൻസ്, അതിന്റെ ആ ഒരു ഭംഗി അല്ലെ, നമുക്ക് എന്താണോ ലുക്ക് ആവശ്യം മനസ്സിലുള്ളത് ആ ലുക്കിലേക്ക് ആ ഡോക്യുമെന്റിനെ കൊണ്ടുവരാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മോഡല് അവര് സാധാരണയായിട്ട് കഫേയിലുള്ളവര് കൃത്യമായിട്ട് തന്നെ കേൾക്കും, ഉൾക്കൊള്ളും. അവരെന്ത് ചെയ്യും? ഭേദഗതികൾ വരുത്തും അല്ലെ. പാരഗ്രാഫ് ഇത്രയും കൂടി ബോൾഡ് ആക്കണം അല്ലെ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും ഇന്ത്യൻ സെന്റൻസുകളിൽ, അല്ലെങ്കിൽ ഇത്രയും കൂടി സ്പേസ് ഇടണം, അല്ലെങ്കിൽ ഇത്രയും കൂടി വേറെ ഒരു അല്ലെ ഏതെങ്കിലും എന്താണ് ഇറ്റാലിക് മോഡലിലോ അങ്ങനെ ഏതെങ്കിലും മോഡലിലേക്ക് ആക്കേണ്ടതുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഭേദഗതിയിൽ വരുത്താൻ സാധിക്കും. കോളം കൂട്ടിച്ചേർക്കണമെങ്കിൽ കോളൊക്കെ കൂട്ടിച്ചേർക്കാനായിട്ടൊക്കെ സാധിക്കും. അങ്ങനെ അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് മൈക്രോസോഫ്റ്റ് വേർഡിൽ പ്രദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ അത് സൃഷ്ടിക്കാൻ സാധിക്കും, എഡിറ്റിംഗ് ചെയ്യാനും സാധിക്കും. അതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്. എന്താണ് കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ് എന്ന് പറയുന്നത്? നോക്കാം. മൈക്രോസോഫ്റ്റ് വേർഡ് സപ്പോർട്ട്സ് കൊളാബറേഷൻ ഫീച്ചേഴ്സ് മേക്കിംഗ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ഏബിൾ ടു വർക്ക് ഓൺ എ ഡോക്യുമെന്റ് അറ്റ് ദ സെയിം ടൈം. അതായത് നമ്മൾ ഒരേ സമയം തന്നെ അല്ലെ, നമ്മളിപ്പോ ഒരു കമ്പനിയിലാണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് നമ്മളൊരു വർക്ക് ചെയ്യുന്നു, മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് മറ്റൊരു വ്യക്തി വർക്ക് ചെയ്യുന്നു. ഇതെല്ലാം കൂടി ചിലപ്പോൾ നമുക്ക് ഒന്നിച്ച് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ, ഒരു സെറ്റിൽ ആക്കേണ്ടത് വരും. അപ്പൊ അത് തന്നെ പറയുന്ന മൈക്രോസോഫ്റ്റ് വേർഡ് സപ്പോർട്ട്സ് കൊളാബറേഷൻ ഫീച്ചേഴ്സ് അല്ലെ, സഹവർത്തിക്കാനായിട്ട് ഫീച്ചേഴ്സുകൾ കൂട്ടിച്ചേർക്കാനൊക്കെ ആയിട്ടുള്ള മേക്കിംഗ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ഏബിൾ ടു വർക്ക് ഓൺ എ ഡോക്യുമെന്റ് അറ്റ് സെയിം ടൈം അല്ലെ. ഒരാള് ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുമ്പോഴും മറ്റൊരു അല്ലെ, നമുക്കറിയാം നെറ്റിന്റെ ആ ഒരു കാര്യം കൂടി ഹെൽപ്ഫുൾ ആയതുകൊണ്ട് തന്നെ അവർക്കും അവൈലബിൾ ആവും. അടുത്ത പോയിന്റ്സുകളിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം, മറ്റൊരാൾക്ക് വേണമെങ്കിൽ അതുപോലെ ഒന്നുകൂടി നോക്കിയിട്ട് അല്ലെ അതിലെന്തെങ്കിലും ഭേദഗതികൾ എടുത്തുകയാണെങ്കിൽ അവർക്കും അത് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ യൂസേഴ്സ് ക്യാൻ ട്രാക്ക് ചേഞ്ചസ്, കമന്റ്സ് ആൻഡ് മെർജ് എഡിറ്റ്സ് മെയ്ഡ് ബൈ ഡിഫറെന്റ് കോൺട്രിബ്യൂട്ടേഴ്സ്.
അപ്പൊ അവർക്ക് അവരവരുടെ സംഭാവനകൾ അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സംഭാവനകൾ എല്ലാം തന്നെ ആ ഒരു ഡോക്യുമെന്റിൽ കൂട്ടിച്ചേർക്കാനോ അല്ലെ, എന്തെങ്കിലും ട്രാക്കുകൾ ചേഞ്ച് ചെയ്യാനോ എന്തെങ്കിലും കമന്റുകൾ കൂടുതൽ ഇടാനോ എല്ലാ കാര്യത്തിനും അവസരം നൽകുന്നുണ്ട്. Then documents can also be simply shared by email, cloud storage service or by creating links. ഇത് മാത്രമല്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡോക്യുമെന്റ് വേണമെങ്കിൽ എല്ലാവർക്കും ഇമെയിൽ ചെയ്ത് കൊടുക്കാം അല്ലെ. നമ്മളിപ്പോ ഒരു ഓഫീസിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ബ്രാഞ്ച് ഓഫീസുകളൊക്കെ ഉണ്ടെങ്കിൽ അവരും ഈ ഡോക്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അന്ന് ആ സെന്റൻസ് ഒക്കെയാണ് അല്ലെ, അത് ഇച്ചിരി കൂടി ബോൾഡാക്കി കൊടുക്കുക. ചിലപ്പോൾ നമുക്കറിയാം വേറൊരു പ്ലേസിൽ ഇരുന്നിട്ടാണ് അവർ ചെയ്യുന്നത് അല്ലെ, വേറൊരു നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് അല്ലെങ്കിൽ കൂടി അവിടെ നിന്ന് തന്നെ അവർക്ക് അത് കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പമാണ്. ദെൻ ഒന്നിച്ച് നമുക്കറിയാം ഇമെയിലിലേക്കൊക്കെ എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഫൈനൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇമെയിലൊക്കെ വഴി നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ദെൻ ക്ലൗഡ് സ്റ്റോറേജ് സർവീസസ്. എന്താണ് ക്ലൗഡ് സ്റ്റോറേജ് സർവീസസ് എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ? ക്ലൗഡ് സ്റ്റോറേജ് സർവീസസ് എന്താണെന്നുള്ളത്? അതായത് നമ്മളിപ്പോ ഒരു സംഭവം ഇൻ കേസ് നമ്മുടെ കയ്യിൽ ഒരു ഫോൺ വഴിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇൻ കേസ് നമ്മുടെ ഫോൺ നഷ്ടപ്പെടുകയാണ്, അപ്പൊ ഓക്കെ ശരി, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ ഫോൺ മിസ്സിംഗ് ആണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ഫയലൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അല്ലെ. പക്ഷെ ക്ലൗഡ് സ്റ്റോറേജിന്റെ ആ ഓപ്ഷനുള്ള രീതിയിലാണ് നമ്മൾ സേവ് ചെയ്യണമെങ്കിൽ നമ്മളുടെ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാലും എന്താണ് ഗൂഗിളിലെല്ലാം നമുക്കറിയാം അത് കൃത്യമായിട്ട് തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ID അല്ലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്തത്, ഇൻ കേസ് നമ്മുടെ ഫോണോ നമ്മുടെ കമ്പ്യൂട്ടറോ മറ്റെന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് അതിൽ നിന്ന് കൃത്യമായിട്ട് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണ്, അതില് എന്താണ് സ്റ്റോറേജിലൊന്നും പരിമിതിയില്ല. ഇപ്പൊ ഇൻ കേസ് നമ്മുടെ ഫോണൊക്കെ നമുക്കറിയാം എന്താണ് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റോറേജ് ഫുൾ അല്ലെ നമുക്ക് കാണിക്കും അല്ലെ. അപ്പൊ ഇൻ കേസ് അത് ഫുള്ളായി കുറെ ഡാറ്റാസ് പോയി കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഡാറ്റാസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് മസ്റ്റായിട്ടും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയും കാര്യങ്ങൾ അല്ലെ നമ്മൾ കൊടുത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ രീതിയിലുള്ള കാര്യങ്ങൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് പ്രസന്റിൽ നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്തുകൊണ്ടാണ്, അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഗൂഗിൾ അല്ലെ. നമുക്ക് സ്റ്റോർ ചെയ്ത് ഒട്ടും സ്റ്റോറേജിങ് കുറവില്ലാത്ത ഒരു കാര്യങ്ങൾ, അതായത് സ്റ്റോറേജ് ഒരിക്കലും പരിമിതമല്ലാത്ത പ്ലേസിൽ തന്നെയാണ് അത് സേവ് ചെയ്ത് വെക്കുന്നത്. ഇത്തരം ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള സ്റ്റോറേജിങ് കാര്യങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡാറ്റാസുകൾ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ക്ലിയർ ആയോ? ഗൂഗിൾ ഡ്രൈവിലൊക്കെയാണ് നമ്മളത് സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ അത്തരം ഫെസിലിറ്റീസ് കൂടിയും എന്താണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓൾറൈറ്റ്, ക്രിയേറ്റിംഗ് ലിങ്ക്സ് ഏത് ലിങ്ക് വഴിയാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ ഡോക്യുമെന്റിനെ നമുക്ക് ഫോർമാറ്റിൽ വ്യക്തത വരുത്താൻ സാധിക്കും, എല്ലാവരുടെയും കമന്റ്സുകളെല്ലാം അതിൽ ആഡ് ചെയ്യാൻ സാധിക്കും, എല്ലാവർക്കും ഇമെയിൽ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും, വേറെ ഏതെങ്കിലും ലിങ്കിലേക്ക് നമുക്ക് ഈ ഡോക്യുമെന്റ്സുകൾ എത്തിക്കാൻ സാധിക്കും. ദെൻ ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റിയും ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മുടെ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയാലും തീർച്ചയായിട്ടും ഗൂഗിൾ ഡ്രൈവിൽ അത് സേവ് ചെയ്ത് കിടപ്പുണ്ടാവും. ആവശ്യത്തിന് നമുക്കത് അല്ലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ് ഏതെങ്കിലും സമയത്താണെങ്കിൽ. ഓക്കെ, ക്ലിയർ ആണോ? കൊളാബറേഷൻ ആൻഡ് ഷെയറിങ് എന്താന്നുള്ളത്? കൊളാബറേഷൻ എന്ന് പറഞ്ഞപ്പോ നമുക്കറിയാം എല്ലാവരെയും കൂടി ഒന്നിച്ച് സഹവർത്തിത്വത്തോടുകൂടി അല്ലെ നമ്മുടെ എല്ലാവരെയും സഹകരണം ഉറപ്പാക്കാനായിട്ട് സാധിക്കും. എവിടെ ഇരുന്നിട്ടാണെങ്കിലും ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്. റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇതിന്റെ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേർഡിൽ നമ്മൾ എന്തെങ്കിലും ഡോക്യുമെന്റോ റിപ്പോർട്ടൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെതായ കുറെ ഓപ്ഷൻസുകളും ലഭ്യമാകുന്നുണ്ട്. വേർഡ് പ്രൊവൈഡ്സ് എ ലോട്ട് ഓഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഫോർ ടെക്സ്റ്റ് വിച്ച് ഇൻക്ലൂഡ്സ് ഫോർമാറ്റ് സ്റ്റൈല്, സൈസ്, കളേഴ്സ് ആൻഡ് എഫക്ട്സ്. ഓക്കെ, നമ്മൾ
നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റുകളൊക്കെ ഇതിൽ പെടുന്നുണ്ട് അല്ലെ. നമുക്ക് കളറുകൾ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം, സൈസ് കൂട്ടുകയും കൂട്ടാം, സ്റ്റൈലുകൾ അല്ലെ, വേരിയേഷൻസ് വരുത്തുകയും വരുത്താം, മറ്റേതെങ്കിലും അല്ലെ നമ്മളിപ്പോ എന്താണ് ബ്ലിങ്ക് ചെയ്ത് കാണിക്കണം, ഇച്ചിരി കൂടി നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കാണിക്കണം, അങ്ങനെ ഏത് ഓപ്ഷനും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. Then users can apply formatting to paragraphs, adjust line spacing, align text and add bullet point or numbering. അതായത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ചിലപ്പോൾ ആണെങ്കിൽ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ ഓരോ പോയിന്റ്സുകളും വേണമെങ്കിൽ നമുക്ക് ഒന്ന് സ്പേസ് ഇട്ട് അല്ലെങ്കിൽ ഇച്ചിരി കൂടി പാരഗ്രാഫ് തിരിച്ച് അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് ഒക്കെ കൊടുത്ത് അല്ലെ നമ്പറുകളൊക്കെ കൊടുത്തോ അങ്ങനെ വ്യത്യസ്തമായിട്ട് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ തക്ക വിധത്തിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തണമെങ്കിൽ അതിനുള്ള എല്ലാ ഓപ്ഷൻസും വേർഡ് പ്രോസസ്സിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then it also offer modern features such as the headers and footers, labels and styles for consistent document formatting. അതായത് നമുക്കൊരു ഹെഡിങ് അല്ലെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മുകളിലൊരു ഹെഡിങ് ഒക്കെ കൊടുക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു പോയിന്റ്സുകൾ നമുക്കറിയാം, അതൊരു സ്ലൈഡ് ആയിട്ട് അവിടെ വരികയുള്ളൂ. തീർച്ചയായിട്ടും അതിന്റെ അണ്ടറിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളൊക്കെ കാണിക്കും. മുകളിലാണ് കാണിക്കണമെങ്കിൽ ഹെഡേഴ്സ് എന്നുള്ള കമന്റിൽ തന്നെ വരും. അത് താഴെയാണ് അടിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡിസ്ക്രിപ്ഷൻസ് വിവരണങ്ങളും കാര്യങ്ങളൊക്കെ പറയേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും അടിയിലാണെങ്കിലും അതിന്റെ ഫുഡ് നോട്ടും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ക്ലിയർ ആയോ എന്താണെന്നുള്ളത്? ഹെഡേഴ്സ് ആൻഡ് ഫുട്ടേഴ്സ് എന്നൊക്കെ ഉള്ളത്. അതായത് നമ്മളിപ്പോ ഒരു സെന്റൻസ് ചെയ്തേക്കുകയാണ്, അപ്പൊ അതിലൊരു പോയിന്റ് നമുക്ക് അവിടെ വിവരിക്കാൻ അത്രയും സ്പേസ് അവിടെ കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. അതിന്റെ മുകളിൽ നമ്മൾ അതിൻ്റെതായ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്, അത് ഹെഡേഴ്സിൽ കിടപ്പുണ്ട് അല്ലെങ്കിൽ ഫുട്ടേഴ്സിൽ അതിന്റെ താഴെ കിടപ്പുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ലേബൽ വേണമെങ്കിൽ കൊടുത്തിടാം. അപ്പൊ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ താഴെ നമുക്ക് കൃത്യമായിട്ട് തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്ത് വിവരിച്ച് തന്നെ അവിടെ കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ നമ്മളുടെ പ്രത്യേകത എന്താണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫോർമാറ്റില് ഒരുപാട് ലെങ്തി അല്ലാത്ത രീതിയിൽ തന്നെ ചുരുക്കി നല്ല ഭംഗിയിൽ തന്നെ അല്ലെ മനസ്സിലാക്കുന്ന വിധത്തിൽ തന്നെ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ ഉദ്ദേശിച്ച പോയിന്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണങ്ങൾ കൊടുക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ാണോ? ക്ലിയർ ആയോ? ദെൻ നെക്സ്റ്റ് പറയുമ്പോൾ ടേബിൾ നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതേമാതിരി തന്നെ അതായത് നമുക്ക് കോളം തിരിച്ച് കാര്യങ്ങൾ കാണണമെങ്കിൽ ടേബിൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റൈലിൽ വേരിയേഷൻസ് ഒക്കെ വരുന്നത് ചിലപ്പോൾ ചില അല്ലെ ചില പാരഗ്രാഫുകൾ വേറൊരു സ്ലാങ്ങിലും വേറൊരു രീതിയിൽ അല്ലെ വേറൊരു മോഡലിലും അടുത്ത പാരഗ്രാഫ് വേണമെങ്കിൽ വേറെ രീതിയിലും ഒക്കെ ആക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഇൻ കേസ് നമുക്കറിയാം ന്യൂസ് പേപ്പർ ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല രീതികൾ അതിൽ ആയിരിക്കും വിഷ്വലായിട്ട് കാണുന്നത് അല്ലെ. ഓക്കെ, ഇൻ കേസ് അതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഹെഡിങ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കാമെന്നുള്ള കണ്ടീഷൻ ഉണ്ട്. then അതിന് നമുക്ക് ചെറിയ നോട്ടുകളൊക്കെ കൊടുക്കേണ്ടതുണ്ടായിരുന്നു. നമുക്ക് നോട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്ക് ചെയ്യും. നമ്മളിപ്പോ കണ്ടിട്ടില്ലേ ഒരു എന്തുകൾ കാണിച്ചിട്ട് ഒരു സ്റ്റാർ മാർക്കിംഗ് ഒക്കെ കാണിക്കും ഏതെങ്കിലും ഒരു വേർഡിന്റെ മുകളിൽ. കാണിക്കാറുണ്ടോ? കാണാറുണ്ടോ? ഓക്കെ, എന്നിട്ട് ആ സ്റ്റാർ മാർക്കിട്ട പേര് മാത്രം താഴെ എടുത്ത് എഴുതിയിട്ട് അതിനെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ വിവരിക്കും. അങ്ങനെ കാണാറില്ലേ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള മോഡലിൽ നമുക്ക് ഈ ഒരു ഡോക്യുമെന്റിനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പാരഗ്രാഫുകളിൽ വേരിയേഷൻ വരുത്താൻ സാധിക്കും. അതിന്റെ ഹെഡിങ് ലൈൻസ് നമ്മളിപ്പോ ഒരു നോട്ടീസ് ആണ് ഈ ഒരു അല്ലെ വേർഡ് പ്രോസസ്സിംഗ് ഉപയോഗിച്ചിട്ട് ഇറക്കണമെങ്കിൽ നമുക്കറിയാം ആ നോട്ടീസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലെ. അതിന്റെ വലിയ ബോൾഡ് ആയിട്ടുള്ള ലെറ്റേഴ്സുകൾ കാണാം. അതേമാതിരി തന്നെ ചെറിയ ചെറിയ അല്ലെ എന്താ പറയുക ചെറിയ ചെറിയ സൈസിലുള്ള പോയിന്റ്സുകൾ കാണാം. ചിലപ്പോ അതിന് എന്താണ് ഹെഡിങ് ഒക്കെ കൊടുത്ത് ഇൻ കേസ് എന്താണ് നമ്പർ കൊടുത്ത് അല്ലെങ്കിൽ എന്താണ് ബുള്ളറ്റ് അതായത് ഒരു മാർക്കിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അണ്ടർലൈൻ ഒക്കെ ചെയ്ത് കുറച്ച് പിക്ചർ അല്ലെങ്കിൽ ഇൻ കേസ് കളർഫുൾ ആക്കിയിട്ടുള്ള പോയിന്റ്സുകളൊക്കെ കാണാം. അപ്പൊ ഇതിനെല്ലാം ഉള്ള ഓപ്ഷൻ എന്തിലുണ്ട്? നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ആ ഒരു ഇതിലുണ്ട്, സോഫ്റ്റ്വെയറിലുണ്ട്.
ഓക്കെ, അപ്പൊ അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻസ് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ പോയിന്റിൽ പറയുന്നത് റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. നമ്മുടെ ടൈം ഓവറായി. ഇനി നമുക്ക് 2-3 പോയിന്റ്സും കൂടെ ഉണ്ട്. ഓക്കെ, എങ്കിലും എന്തെങ്കിലും എടുത്തതിൽ ഡൗട്ടുകളുണ്ടോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോ വായിച്ചിട്ട് വരിക. കണ്ടിന്യൂവേഷൻ എടുക്കാം. ഓക്കെ, താങ്ക് യു.